മരുതു മഹാരാജൻ ആ മാനിനെ കൊല്ലരുത്, അവൻ ഈ ആശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് ദുഷ്യന്ത മഹാരാജാവിന്റെ ഒരു നായാട്ടുകഥയല്ല, നേരെ മറിച്ച് മനുഷ്യഹൃദയം പ്രകൃതിയെ ശ്രമിക്കുന്ന നിമിഷത്തിന്റെ കഥയാണ്. കാളിദാസന്റെ പ്രശസ്ത നാടകമായ അഭിജ്ഞാന ശാകുന്തളം പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ബന്ധം, സ്നേഹം, കരുണ എന്നീ മൂല്യങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന കൃതിയാണ്. രാജാവ് ദുഷ്യന്തൻ ഒരു മാനിനെ വേട്ടയാടുന്നതിനിടെ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിലെ സന്യാസിമാർ രാജാവിനെ തടയുകയും നിർദോഷ ജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യും. രാജാവ് കാണുന്നത് വൃക്ഷലതാദികളെ അതീവ സ്നേഹത്തോടെ പരിപാലിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന ശകുന്തളയും അവരുടെ തോഴിമാരെയുമാണ്. ശകുന്തളയുടെ ലാളിത്യത്തിലും മനോഹാരിതയിലും രാജാവ് ആകൃഷ്ടനാകും. പ്രകൃതി, മനുഷ്യൻ, കരുണ, നൈതികത ഇവ ഒത്തുചേരുന്ന ശാന്തമായ ആശ്രമ ജീവിതത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ ഈ ഭാഗം അവതരിപ്പിക്കും. തേന്മാവിൽ പടർന്നു കിടക്കുന്ന മുല്ലവള്ളിയെ കാണുന്ന ശകുന്തള അനുഭവിക്കുന്ന ആനന്ദം ആശ്രമ ജീവിതത്തിലെ നിർവ്യാജ സൗന്ദര്യവും സത്വവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പ്രകൃതിയെ കുടുംബമായി കരുതിയിരുന്ന നമ്മുടെ പൂർവികരുടെ ജീവിതം ഈ രംഗങ്ങളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഇത് കാളിദാസൻ സൃഷ്ടിച്ച മരണമില്ലാത്ത പ്രകൃതിയുടെ കരുതലിലും പ്രണയത്തിന്റെ ലാളിത്യത്തിലും മനുഷ്യന്റെ ഹൃദയം ഒളിഞ്ഞിരിക്കുന്ന ഒരു അമരകഥ. വരൂ, ശകുന്തളയുടെ അത്ഭുത ലോകത്തിലേക്ക് നമുക്ക്